കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഫ്യൂണറലിൽ നമ്മൾ കടന്നു പോവുകയാണ്. കേരള സ്റ്റേറ്റിലെ കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററാണ് പാസ്റ്റർ ജോൺ ദാനിയൽ. ഈ വർഷം 7 സെൻട്രൽ പാസ്റ്റർമാരാണ് IPCക്ക് നഷ്ടപ്പെട്ടത്. അതിൽ 7ാമത്തെ ആളാണ് പാസ്റ്റർ ജോൺ ദാനിയൽ. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിനല്ല ഞാൻ ഇവിടെ വന്നത്, എന്നാൽ അങ്ങനെ സംഭവിച്ചു. ഇവിടെ ഞാൻ അധിക സമയം എടുക്കാനല്ല. അമേരിക്കൻ ഐക്യനാടുകളിൽ വന്ന പാസ്റ്റർമാരിൽ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ വളരെ അൺടൈംലി ഡെത്ത്, അകാല മരണം, ചരമം പ്രാപിച്ച അനേകർ നമ്മുടെ പാസ്റ്റേഴ്സുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഞാൻ നടത്തിയൊരു യോഗത്തിൽ അദ്ദേഹം വന്നിരുന്നതാണ്. കർത്താവിൻ്റെ ദാസനെ ദൈവസന്നിധിയിലേക്ക് ചേർത്തു എന്നുള്ളത് സത്യം. പക്ഷേ അമേരിക്കയിലുള്ള സഭയോട് ദൈവത്തിൻ്റെ ഒരു ദൂത്, നിങ്ങളുടെ പാസ്റ്റർമാർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. അത് പറയാനാണ് ഞാൻ എഴുന്നേറ്റുന്നത്. വളരെയധികം പാസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. യോബിൻ്റെ എന്നോട് പറഞ്ഞല്ലോ, ദൈവത്തോട് ഷാജി പറഞ്ഞല്ലോ, വേലി കെട്ടിയിട്ടുള്ളത് കൊണ്ടാണ് തൊടാൻ പറ്റാത്തത്. വേലി കെട്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസികളും സഭകളും നമുക്കുണ്ടെങ്കിലേ പാസ്റ്റർമാർ ദൈവസന്നിധിയിൽ നിൽക്കുകയുള്ളെന്നാണ് എൻ്റെ വിശ്വാസം. അത് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ലേ. മാർട്ടിൻ ലൂഥറിൻ്റെ കൂട്ടുപ്രവർത്തനായിരുന്ന മെലങ്തോൺ മരിക്കാൻ പോയപ്പോൾ മാർട്ടിൻ ലൂഥർ ദൈവത്തോട് പറഞ്ഞു, സാധിക്കുകയില്ല, അദ്ദേഹത്തെ തന്നേ പറ്റുള്ളൂ, നവീകരണം റിഫോർമേഷന് ഒരു 15 കൊല്ലം കൂടി അദ്ദേഹം വേണമെന്ന് പറഞ്ഞ് മെലങ്തോണെ തിരിച്ചു കൊടുത്തത്. ഞാനതൊന്നും അതിലൂടെ പറയുന്നെങ്കിലും അമേരിക്കൻ ഐക്യനാട്ടിലുള്ള സഭയോട് ദൈവത്തിൻ്റെ ദൂത് ഇതാണ്: പാസ്റ്റർമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ധന്യമായ ജീവിതവും ധന്യമായ ശുശ്രൂഷയും കാഴ്ചവെച്ച് നമ്മിൽ നിന്ന് കടന്നുപോയ കർത്താവിൽ വിലയേറിയ ദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് ഒരിക്കൽ കൂടി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവജന കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചു. ഞങ്ങളുടെ പ്രിയ കർത്താവെ, നീ ഏൽപ്പിച്ച ആയുസ്സ് വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി സേവിച്ച് അക്കരെ നാട്ടിൽ നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ വിലയേറിയ ദാസന്റെ ശുശ്രൂഷയും ജീവിതത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ അടുത്ത് ഞങ്ങളായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മത്തിന് മുമ്പേ നീ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചു. വിശ്വസ്തയോടെ പടിപടിയായി നീ ഉയർത്തി അനേക ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ, അനേക സുവിശേഷ വേലക്കാരെ വാർത്തെടുക്കുവാൻ, അനേക സഭകളിൽ ശുശ്രൂഷിക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നീ ഇടയാക്കിയ നിന്റെ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദുഃഖിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയാന്റിയെ നീ സഹായിക്കണമേ, കുഞ്ഞുങ്ങളെല്ലാവരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ കർത്താവെ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖമുണ്ടെങ്കിലും അതിനപ്പുറമായി തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ ആകാശമേഘങ്ങൾ അവരോട് ഒരുമിച്ച് അവരെ എതിരേൽപ്പാൻ ചേർക്കപ്പെടുകയും ചെയ്യുന്ന ദിവസത്തെ ഓർത്തുകൊണ്ട്, ആ പൊൻപുലരെ ഓർത്തുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ആ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നിരിക്കുന്നതിനായ സ്തോത്രം. നിന്റെ കൃപയിൽ ഞങ്ങൾ കർത്താവെ ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം. May the grace of